ഹായ് ഹലോ നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല. ഇങ്ങനെ ഓരോരുത്തരൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുകയാണ്. നമ്മുടെ ഇവിടെ ഇന്നൊരു പുടവ കൊടുക്കൽ ചടങ്ങുണ്ട്. അതായത് കല്യാണത്തലേന്ന് ചെറുക്കൻ പെണ്ണിന് പുടവയും കൊണ്ട് പോകുന്നൊരു ചടങ്ങ് ഈ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടി പോകാൻ റെഡിയാണ്. കസിൻ്റെ മാരേജാണ്. അപ്പം പുടവയും കൊണ്ട് പോകാൻ ഞങ്ങൾ റെഡി ആവുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം മുഖത്തൊരു ടോണർ ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു. പിന്നെ ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷനും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ സ്റ്റെപ്പ്, അതായത് ഞാൻ എങ്ങനെയാണോ ഒരുങ്ങുന്നത് അങ്ങനെ. പിന്നെ ഐബ്രോ എഴുതി കൊടുക്കുന്നുണ്ട്. ഐബ്രോ എഴുതുന്നുണ്ട്. പിന്നെ നന്നായി ഐലൈനർ എഴുതുന്നുണ്ട്. അപ്പം ഐബ്രോ എഴുതുന്നത് ബ്രൗൺ കളർ ഷെയ്ഡുള്ള ഐബ്രോ ആണ്. പിന്നെ എൻവൈബയുടെ ഒരു ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. നല്ല, ഈ ഐലൈനറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ഐലൈനർ. അതായത് ഇത് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പിന്നീട് നമ്മൾ കളയാനാണ്, അത് നമ്മുടെ മുഖത്തുനിന്ന് കളയാനാണ് പാട്. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരുക്കങ്ങൾ വരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായി പോകാനിറങ്ങിയാണ്. ഫൈനൽ ലുക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചെറിയൊരു ചാനലാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത 111 പേർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇത് ഇന്ന് പുതിയതല്ല, നേരത്തെ സ്റ്റിച്ച് ചെയ്യിച്ചതാണ്. അപ്പം അങ്ങനെ കല്യാണ തലേന്ന് വൈകിട്ടാണ് പോകുന്നത്. സന്ധ്യസമയത്താണ് ഈ ചടങ്ങ് വരുന്നത്. അവിടെ പോയി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത്, ഇതാണ് പുടവയും കൊണ്ട് കൊടുത്ത ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ സെക്ഷന്. ഫുഡൊക്കെ അടിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു.